നമ്മളെ അതിഞ്ഞാൽ കോഴപ്പള്ളിയിലുള്ള ഒരു അവസ്ഥ. ചെമ്പ് മുങ്ങി വരുന്നുണ്ടിക്ക. നമ്മള് ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടാ. നമ്മ ഇപ്പൊ നമ്മ റോട്ടിൽ എത്തിച്ചാ എങ്ങനെ പോവും? എന്ത് ഷോപ്പിംഗ് ഇത്? ഇതാണ് ഓൾമോസ്റ്റ് ഞാനും മുങ്ങാറായിട്ടുണ്ട്. അതാ മംഗലത്തിന് പോകുന്നില്ലേ, മംഗലത്തിന് ഷോപ്പിങ്ങിന് പോകുന്നില്ല. ഇത് ചെമ്മൂന്റെ ആടവരെ ഉണ്ട്. സോ അപ്പൊ എന്നെ പറയണ്ടല്ലോ, നമ്മ തിരക്കിടുന്ന ഡ്രസ്സിന് ഇട്ടിട്ട് വന്നിട്ടുള്ളത് കേട്ടാ. അങ്ങനെതാ ഇതിലേ വന്ന് പെരങ്ങാടില്ലത്. സോ അതാ ഇപ്പുറം സൈഡ് കുറച്ചങ്ങോട്ട് പോയെങ്കിൽ കണ്ടത്തിൽ പോകും. അപ്പോൾ ഫുള്ള് മുങ്ങി. ഈ സൈഡ് ഈ ഇതിനപ്പുറം പോയെങ്കിൽ കണ്ടം. അതുകൊണ്ട് ഏകദേശം ഒരു ഇതിൽ നടക്കുന്നില്ല കേട്ടാ. എൻ്റെ പൊന്ന് എത്ര വെള്ളം എന്നറിയോ? മംഗലത്തിന് എങ്ങനെ റെഡി ആയിട്ട് പോലെ. അങ്ങനെ വെള്ളം കുറഞ്ഞിട്ടാ അങ്ങോട്ടെത്തി. വെയിറ്റിംഗ് ആക്കുന്നില്ല നെണ്ടിക്ക. എൻ്റെ പൊന്ന് ഓൾമോസ്റ്റ് വെള്ളം തീർന്നു ഗൈസ്. അങ്ങോട്ട് പാസ്സായി. കണ്ട തേങ്ങ വീണതാ ഇപ്പൊ നോക്കുന്നു വെള്ളത്തിലേ പോകുമ്പോ. നീ പോയ നടക്ക് അത് സാരല്ല. അല്ല ആരാന്റെ തേങ്ങ ബേം പോയെങ്ങോ. അമ്മക്ക് കയ്യില്ല. എന്നോട് തന്നെ തട്ടം പറയണം. എന്നും വെള്ളം കൂടിയല്ലേ? അതായത് ആടെ മാത്രം വെള്ളം കുറവല്ലേ? അയ്യനും ആയാ മതിയായിരുന്നു പാപ്പ. ഒന്നും ചിന്തിക്കണ്ടല്ലോ. ചുമലിന്റെ മുകളിൽ ഇങ്ങനെ കേറിയിട്ട് പോവാ. വെള്ള കൈസേടാ അങ്ങാടെ വരെ ഉണ്ട്. അമ്മ എങ്ങനെ പോവാ? അതിനായി പിന്നെയാണ് റോഡ് കിട്ടുന്നില്ല. ഇതെല്ലാം റോഡ് ഇട്ടാ നമ്മളെ അടുത്ത റോഡ് ഇത് കണ്ടത്തപ്പള്ളി റോഡ്. അതായത് നമ്മളെ കോയപ്പള്ളി. ഷോർട്ട് കട്ടിൽ പോകണം. നമ്മളെ ഡ്രസ്സെല്ലാം ഇതിലുള്ള കേട്ടാ. എന്തെങ്കിലും പറ്റിപ്പോ കയറിയിട്ട് ഡ്രസ്സ് മാറ്റണം. നമുക്ക് ചെക്ക് ഞാനവിടെ പെര പോയിട്ട് അതിലേ വേറെ സ്ഥലത്ത് പോയാൽ മതിയോ? നമുക്ക് ഈ പെരക്ക് പോയിട്ട് ഡ്രസ്സ് മാറ്റാം. വേറെ വഴിയില്ല, അവിടെ തന്നെ മാറ്റേണ്ടി വരും. പക്ഷെങ്കിൽ പാൻറ് ഫുള്ള് ഒരു ചണ്ടിപ്പുണ്ടി. അല്ലാടാരും ഉണ്ടെന്തോ നല്ല ബോൾസിന്റെ സൗണ്ട്. ഇങ്ങനെതാ നമ്മളെ അപ്പത്തെ പേർക്ക് പോയിട്ട് ഡ്രസ്സ് മാറ്റാൻ പോകുന്നില്ലത്. ഇനി മഴ കല്യാണം കഴിയുന്നവരെ നമ്മളെ അവസ്ഥ ഗായ്സ്. ഇവിടുന്ന് കുറച്ച് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടുന്ന് എങ്ങനെ ഡ്രസ്സ് മാറ്റും? ഗായ്സ് സെക്കൻഡ് ഞാൻ അവിടെ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ഇപ്പം പോകുന്നില്ല കേട്ടാ. എൻ്റെ പൊന്നെ എന്തൊരവസ്ഥ അല്ലേ. എന്നാലും നിങ്ങൾക്ക് പോകണമെന്ന് ചോദിച്ചെങ്കിൽ പറഞ്ഞെങ്കിൽ കുഞ്ഞുമാഞ്ഞ മോനെ മങ്ങലാവാറിയല്ല. പിന്നെ ജാക്കല് പോത്ത് ഇക്കാ പോത്തിന് പോത്ത് നമ്മ ഉണ്ടല്ലോ വെള്ളത്തിൽ മുങ്ങിട്ട് വന്നത് അറിയോ? എന്താ അറിയാ ബദറിങ്ങളെ പേടിക്കണ്ടാന്ന്. പോത്ത് നമ്മളെ കുത്താൻ വരുമ്പോഴത്തേക്ക് പേടിക്കണ്ടാന്ന്. പിന്നെ ഹിഹി നാക്കണക്ക. ഏത് അതിന്റെ തളിയിൽ എന്തില്ല പൊട്ടമാ ചെവിയുള്ളൂ അതിന്. എന്നെ തിരിച്ചിട്ട് പോണ്ടേ? അതേ പെരക്കന്നെ പോണ്ടേ ഇപ്പോ? ഇതിന്റെ പൊന്ന് വെള്ളം താന്നാ മതിയായിരുന്നു. ഇനി മംഗളത്തിനെല്ലാം എന്താക്കും? അതായത് വ്യാഴാഴ്ച മുതലേ നാളെ മറ്റൊന്ന് മുതല് ഫംഗ്ഷൻ ഒന്നൊന്നായിട്ട് തുടങ്ങും. എന്താക്കും? എനിക്കിപ്പോ ബേജാറാവുന്നുണ്ട്. ഗൈസ് ഇട്ട് നേരെ മൂത്തമ്മനെ പേർക്ക് പോകുന്നില്ലത്. നമ്മളെ വണ്ടി ഇതാ ഈടെ. ഇനി ചെക്കനൊരു അയ്യനായാ മതി. ഒന്നും ചിന്തിക്കണ്ടല്ലോ ഗായ്സ്.
മൂത്തമ്മനായിരുന്നു ഇപ്പൊ കഴിഞ്ഞ് എന്നെ നേരെ മടിയാൻ പോണം, ഡ്രസ്സ് സ്റ്റിച്ചാക്കാൻ കൊടുക്കണം, ഒന്ന് ബാങ്കിൽ പോണം, എന്തെല്ലോ പണിയുണ്ട് ഗൈസ്. അങ്ങനെ മടിയനിലെത്തി. മടിയെന്ന് ഇനി ഡ്രസ്സ് സ്റ്റിച്ചാക്കാൻ അങ്ങനെ പോണം. എന്ത് മോന് ഇക്ക കിഞ്ഞതുകൊണ്ട് ഇക്ക കൂട്ടാതെ പോയാ ഇത് ഫുള്ളായിട്ടുണ്ട്. ഈ വീടെല്ലാം ഫുള്ള് സ്റ്റിച്ച് എടുക്കുന്നില്ല. അപ്പൊ ഇനി വേറെ സ്ഥലത്ത് പോകണം ഗൈസ്. വേറെ സ്ഥലത്ത് സ്റ്റിച്ചിന് കൊടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോഴത്തേക്ക് അങ്ങനെ ഡ്രസ്സ് സ്റ്റിച്ചാക്കാൻ കൊടുത്തു. അതിൻ്റെ ഒരു ടാസ്ക് കഴിഞ്ഞ് ഇനി എന്താ പറയുക, എൻ്റെ ബാങ്കിൽ പോകണം. ബാങ്കിൽ പോയിട്ട് ആറ് നേരം മാമാൻ്റെ വീട്ടിൽ പോകണം. ആറ് നേരം ചുമ്മുര ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. എന്തെല്ലാം പണി ഉണ്ടെന്ന് അറിയാം. ഗൈസ് ബാങ്കിൽ വന്നിട്ടുള്ളത് ഫുൾ ഇടുന്ന ശരിയാക്കുന്നുള്ളത് കേട്ടോ. ഫുള്ള് ടൈൽസ് എല്ലാം എടുത്തിട്ടുള്ളത്. സോ ഗൈസ് അങ്ങനെ അങ്കിളിനാർന്ന് കീഞ്ഞ് ഇപ്പൊ നേരെ മാമാരെ വീട്ടിൽ പോവാൻ നിൽക്കുന്നില്ലത് കേട്ടോ. ഫസ്റ്റ് ജുബിമാരടെ ഏടെല്ലാം പോവാനുണ്ട് ഇന്ന്. സോ ജുബിമാരടെ പോയിട്ട് പിന്നെ ജുബിമാരാടുന്ന് ഇനി മാമാരാടുന്ന് പോയിട്ട് ഓരോരോ സ്ഥലത്ത് എന്നെ അടല്ലേ ഉണ്ടെന്ന് നോ ഐഡിയ. എവിടെ പോയാലും വെള്ളം, എന്ത് കഷ്ടം. വെള്ളത്തിൽ പോണ്ട ഇപ്പം ഗൈസ്. നീന്തി കൊണ്ട് പോകുന്നില്ല ഇത്. സ്ലിപ്പായില്ല ഞാൻ. ഇന്ന് പേടിക്കണ്ട, നിങ്ങളെക്കാളും സ്ട്രോങ് ഞാനുണ്ട്. ഞാൻ എന്ത് സ്ട്രോങ്ങിന് കുറവുള്ളത്? നിങ്ങളെക്കാളും സ്ട്രോങ് ഇല്ല ഞാൻ. കാണാൻ മാത്രം. അയ്യോ ഇന്നും വെള്ളം ഉണ്ടിക്കടെ. എന്തോ ഒരു കഷ്ടം ഗൈസ്. വെള്ളം തീയുന്നത് സമാധാനിക്കുന്നു. വീണ്ടും വെള്ളം. പെരക്കൊന്ന് കഴിഞ്ഞിട്ട് ആടെ ഫുൾ വെള്ളമായതുകൊണ്ട് പിന്നെ അവിടെ മുകളിൽ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. സോ അവിടെ ഞമ്മല്ല തുന്ന് എന്നുവെച്ചിട്ടാ ഇവരൊന്നും തിന്നില്ല കേട്ടാ. എനിക്ക് പറ്റിയ ഫുഡ് മാത്രമേ ഉണ്ടായതാണ്. എൻ്റെ മുതിരക്കറി അങ്ങനത്തെ ഉണ്ടായത്. സോ ഇവിടുന്ന് നേരെ മാമാൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുന്നില്ലത്, ടപ്പീസിൽ പോകാൻ നിൽക്കുന്നില്ലത്. അപ്പോൾ നമ്മളിപ്പോൾ കാഞ്ഞാട് എത്തിയിട്ടുള്ളത്. സോ ഇതാ മഴ പിടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ഇക്കൊക്കെ എന്തൊക്കെ പറയാനുള്ളത്? എനിക്ക് ഒന്നും പറയാൻ ഇതാണ് എൻ്റെ കെട്ടിയാണ് ഗൈസ്. ഇതാണ് എൻ്റെ ക്യൂട്ടി പൈ. ഇതാണ് എൻ്റെ കെട്ടിയവൻ്റെ കുഞ്ഞിയും. സോ ഗൈസ് നമ്മ വരുമ്പോൾ 3 ആളുണ്ടായത്. പക്ഷെ പോകുമ്പോൾ കുറേ ആളുണ്ട് കേട്ടോ. എൻ്റെ 2 കസിൻസ് ഉണ്ട്. സോ ഇവിടെ മാമാൻ്റെ അവിടെ എത്താറായി. ഒരു 3 മണിയാവാറായി കേട്ടോ. പക്ഷെ മകരീബ് ആയ കണിയൊക്കെ ഉണ്ട്. പള്ളി എടുത്തെല്ലാം ഫോണ് നല്ല ക്ലിയർ ഉണ്ടല്ലേ. വാ ഉച്ചയായി കാണിക്കുന്നുണ്ട്. ഇവിടുന്നും കുറച്ച് നോടെല്ലാം പറഞ്ഞിട്ട് ഇവിടുന്നും വേറെ ഓളെ ഫ്രണ്ടിൻ്റെ വർക്ക് പോകണം. അങ്ങനെ മാമാൻ്റെ വീട്ടിൽ വന്നിട്ട് ഫുള്ള് ഫുഡ്, കോഴിക്കറിയും നെയ്ച്ചോറും. വറവുണ്ട് കൈസ്, വറവ്. ഇതെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് കഴിഞ്ഞിട്ടോ. എന്നിട്ടാണ് ഞാൻ വീട് എടുക്കുന്നത്. എത്ര ഫുള്ള് പഠിപ്പിച്ചിട്ടുള്ളത്. എന്തൊക്കെ നയനോ? ABCD അമിതൊക്കെ സീത. ഇതെല്ലാം ഓൻ വെച്ചത് കേട്ടാ. അമിതൊക്കെ സീത. സോ ചോറെല്ലാം കഴിച്ചിട്ട് ആയി. ഇനി ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോകും ഗായ്സ്. സോ ചോറെല്ലാം കഴിച്ച കുറച്ച് കഥയെല്ലാം പറഞ്ഞിട്ട് നേരെ ഇടുന്ന വിട്ടേട്ടാ. ഇനി എന്താ പറയുക, ഇത് ചുമ്മൂനെ ഫ്രണ്ടിൻ്റെ പേർക്ക് പോകണം. സോ ഗായ്സ് ഇവിടെ ഫുള്ള് വെള്ളം, എവിടെ പോയാലും വെള്ളം. പഠിച്ചോനെ എന്നത്തെ ഒരു ദിവസം ഫുള്ള് വെള്ളക്കാ. ഫുള്ള് വെള്ളം ഗൈസ്. അങ്ങനെ ചുമ്മുന്റെ ഫ്രണ്ടിന്റെ പേരൊക്കെ പോകുന്നുള്ളത്. ഏടല്ലേ ഒത്തിയല്ലേക്ക് അമ്മന് ഒന്നൊന്നര പോക്കെ പോയി. ചുമ്മുന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ ആയാലും ഫുള്ള് കളി റിമോട്ട് പിടിച്ചിട്ട് ടി വി ഓൺ ആക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കെട്ടിയാണ് ഭയങ്കര ഡീസൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഓ ടി ഓക്കേക്കോ ചീടം വെള്ളം കേട്ടോ. പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കണ്ടാ നിങ്ങൾ. ഓക്കെ ക്യൂട്ട് ക്യൂട്ട്
എവിടെയല്ല പള്ളുണ്ട് പള്ളുണ്ട് നോക്കി ഗൈസ് ആയാലും പള്ളി കുഞ്ഞിനോട് കളി നോക്കട്ടെ പറഞ്ഞിട്ട് സാധനം ഇത് ഏതപ്പം അതിന്റെ കെട്ടിയാൻ എന്ത് അത് തിന്നോ മിച്ചറ് ആ ഷോർട്ട് കട്ട് കിട്ടും ഗായ്സ് വൈദ്യനെ കീച്ചിട്ട് ചമ്മോനെ കീച്ചിട്ട് ആടുന്നതിന് കുഞ്ഞുമാരുടെ പേർക്ക് പോവാൻ നിൽക്കുന്നുണ്ട് ഗായ്സ് കുഞ്ഞുമാനാട് എത്തി കുഞ്ഞുമാനാട് ഫുൾ പന്തലെല്ലാം ഇട്ടിട്ടുണ്ട് മംഗലാവാറായത് അങ്ങനെ ഇവിടുന്ന് കുറച്ച് കളർ പരിപാടികൾ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.